ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർ ടെക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. MPFI എഞ്ചിൻ പാർട്ട് ഇപ്പോൾ ഒരു 4-5 നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത പാർട്ടാണ്. ഈ പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് പിസ്റ്റൺ ഒക്കെ കഴുകി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഇതേമാതിരി ക്ലീൻ ചെയ്തെടുക്കണം. പക്ഷേ ഇതിൻ്റെ പഴയ റിങ്സൊക്കെ നമ്മൾ മാറ്റണം. ഇത് സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡ് റിങ്സാണ് കിടക്കുന്നത്. ഇതെല്ലാം മാറ്റിക്കളയാണ്. ഇതിൻ്റെ ഇത് കണ്ട ഇതുപോലത്തെ ഓയിൽ റിങ്ങുകളെല്ലാം മാറ്റണം. എന്നിട്ട് നമ്മൾ പുതിയത് ഇടുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇത് നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടണം എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇടണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ട് എഞ്ചിൻ പണി കഴിഞ്ഞപ്പോൾ പുക തന്നെ എന്നൊക്കെ. അപ്പോൾ ഈ പുക വരാനുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷനൊക്കെ ഉണ്ട് റിങ്സിന്. ഇത് കറക്റ്റായിട്ട് വീണില്ല എന്നുണ്ടെങ്കിൽ സംഗതി ഓയിൽ കത്താൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അതാണ് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇത്തിരി ലെങ്ത്ത് വരും, വിശദമായിട്ട് പറയണം. അപ്പോൾ ഇതിനകത്ത് റിങ്സ് ഇപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ MPFIയിൽ വരുന്നത് ഇത് MPFIയിൽ ഇതിലും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കാർബറേറ്ററുമായിട്ട് റിങ്സിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിന് വില വരുന്നത് 375 രൂപയാണ്. ഇത് ഇവിടെ ഉണ്ട് കണ്ടോ, ഒരു 375 രൂപയാണ് വരുന്നത് സ്റ്റാൻഡേർഡിന്. അതിൻ്റെ പാർട്ട് നമ്പർ ഇതാണ്. അപ്പോൾ ഈ പാർട്ട് നമ്പർ തന്നെ മേടിച്ചാൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കിട്ടും. ഈ പാർട്ട് നമ്പർ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. തരാം, നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് കാണിച്ചു തരാം നമുക്ക് എന്തൊക്കെയുള്ളതെന്ന്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിങ്സിൽ എന്തൊക്കെയാണ് ഇന്നത്തെ മെയിൻ ഭാഗങ്ങൾ നോക്കാം. ഒരു 5 പീസായിരിക്കും ഇത് ഉണ്ടാവണത്. ഇതേ കണ്ട ഇതിൻ്റെ അകത്ത് 5 പീസിൽ വരുന്ന ഭാഗങ്ങൾ. ഇത് 2 കംപ്രഷൻ റിങ്ങുകൾ ഉണ്ടാവും. അതാണ് ഇത് 2 വേണ്ട കംപ്രഷൻ റിങ്. ഇത് ഫസ്റ്റ് പീസ്, സെക്കൻഡ് പീസ്. അപ്പോൾ കംപ്രഷൻ റിങ് ഉണ്ടാവും ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ടോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കട്ടിയുള്ള ബ്ലാക്ക് കളറിൽ തന്നെ രണ്ടാമത് കിടക്കുന്നതാണ് റിങ്സിൻ്റെ. അതായത് നമ്മുടെ പിസ്റ്റൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് ഇവിടെയായിട്ട് വരുന്നതാണ് ഈ ഒരു സ്റ്റീൽ കളറിൽ എഴുതിയേക്കുന്നത്. അതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ടോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ഇവിടെ ടോപ്പ് UN എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് മുകളിൽ തന്നെയാണ് അപ്പർ നമ്പർ. ഇത് വരുന്നത് രണ്ടാമത് വരുന്നത്, അതായത് ഈ ഒരു പോയിന്റിൽ വരുന്നതാണ് ഈ റിങ്സ് റിങ്. അപ്പോൾ ഇത് കംപ്രഷൻ റിങ്ങാണ്. ഇത് 2. പിന്നെ ഇതിനകത്ത് വരുന്നത് 2 ഓയിൽ റിങ്ങുകളാണ്. ഇതാണ് ഈ ഓയിൽ റിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് 2 ഓയിൽ റിങ് എന്ന് പറയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ കണ്ടോ, ഇത് 2 ഓയിൽ റിങ്ങാണ് മുകളിലും അടിയിലും വരുന്നത്. ഇതാണ് ഓയിൽ എക്സ്പാൻഡർ റിങ് എന്ന് പറയും. ഓയിൽ എക്സ്പാൻഡർ എന്ന് തന്നെ പറയാം. ഇത് നമുക്കിങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ 2 പീസായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ W പോലെ ഇരിക്കും, M പോലെ ഇരിക്കും. അതാണ് എൻ്റെ ഒരു വെറുതെ ഒരു മെഷർമെൻറ്റ് പറയണത്. പക്ഷേ അത് വിഷയമില്ല, എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ മുകളിൽ ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും, അതുപോലെ ഇപ്പുറത്തും ഉണ്ടാവും. അപ്പോൾ M പോലെ ഇട്ടാൽ മതി നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ തന്നെ കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ. ഒരിക്കലും ഇതിൻ്റെ മുകളിലേക്കൊന്നും കയറ്റിയിടരുത്, കറക്റ്റായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ ഇത് 2ഉം അപ്പുറം ഇപ്പുറം ആയിരിക്കണം ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇടുമ്പോൾ. അതായത് ഈ ഒരു പൊസിഷനിൽ തന്നെ ഇത് നമ്മളെ 2 വശത്തും കണ്ട ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിർത്തണം. ഉള്ളിൽ വന്നത് പുറത്തൊന്നും പോകരുത്. അപ്പോൾ ഇനി ഇടേണ്ട രീതിയിൽ ഇതിൻ്റെ ഈ ഓറിയൻറ്റേഷൻ എന്ന് പറയും നമ്മൾ. അതായത് ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് വരുന്നത് അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടൊക്കെ വരണം. അതായത് ഇങ്ങനെ ഇതിവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ആയിരിക്കണം വരേണ്ടത്. ഇങ്ങനെ വരണം. ഇതെനിക്ക് തോന്നുന്നു ഇതിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ഇതിനകത്ത് ഓയിൽ കയറി കത്തും. അത് ഗ്യാപ്പ് 2ഉം ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരേപോലത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓയിൽ കത്തും. ചിലപ്പോൾ ഈ വണ്ടി പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ വണ്ടി പണി എഞ്ചിൻ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിൽ കത്തണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാവാം. ഈ റിങ്സും അങ്ങനെ തന്നെ കംപ്രഷൻ ലീക്ക് വരാനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. ഒരേ സൈഡിൽ തന്നെ ഇടരുത്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കണം. ഇതുപോലെ ഓപ്പോസിറ്റ് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ കത്താനും കംപ്രഷൻ ലീക്ക് വരാനും സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ അത് പിസ്റ്റൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ചേർത്ത് ഇതിൻ്റെ ഉള്ളിൽ സിലിണ്ടറിൽ ഇട്ട് നോക്കണം. സിലിണ്ടറിൽ നമ്മൾ ഉള്ളിൽ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു 1/3 1/10 ശതമാനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഗ്യാപ്പ് നിൽക്കുന്നത്. ഈ രീതിയിലൊക്കെ നിൽക്കുള്ളൂ. ചെറിയൊരു 1 താഴെ ഗ്യാപ്പിൽ നിൽക്കണം. അതങ്ങനെ ഒരു ഇതുണ്ട്, 110 എന്നാണ് അതിന് പറയുക, ഒരു സൈസൊക്കെ ഉണ്ട്. ആ രീതിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡാണ്, ഈ സ്റ്റാൻഡേർഡ് ഇടുക, അങ്ങനെ നോക്കിയിടണം, എന്നാലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇതാണ് ഞങ്ങളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു മാർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. ഉണ്ടോ, ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണ വേറെ ഒന്നുമില്ല. ഇത് 2 കംപ്രഷൻ റിങ്ങുകളാണ്. ഇതുണ്ടോ, കംപ്രഷൻ 1ഉം കംപ്രഷൻ 2ഉമാണ്. അതുപോലെ ഇത് ഓയിൽ റിങ്ങിനാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഓയിൽ റിങ് 1, ഓയിൽ റിങ് 2. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ഇടേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഓയിൽ എക്സ്പാൻഡറാണ് ഇടേണ്ടത്. ഓയിൽ എക്സ്പാൻഡർ അപ്പോൾ ഈ ഓയിൽ എക്സ്പാൻഡർ ഇടുമ്പോൾ നമ്മൾ കംപ്രഷൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടാൽ മതി. അപ്പോൾ ഓയിൽ എക്സ്പാൻഡർ കാരണം ഈ രീതിയിലുള്ള വരുന്നത്. അപ്പോൾ ഇത് കംപ്രഷൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇട്ടാൽ മതി.
ഇത് ആദ്യം തന്നെ ഇടണം, എന്നല്ലെങ്കിൽ ഇടാൻ പറ്റില്ല നമുക്കൊരിക്കലും. ഈ ഓയിൽ റിങ്ങിൻ്റെ സെപ്പറേറ്റ് എടുക്കുക. ഇത് ഓയിൽ എക്സ്പാൻഡർ ഇട്ടതിന് ശേഷം മാത്രമേ ഓയിൽ റിങ് ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് കയറി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഇടാം. കണ്ടോ, ഇത് ഇതുപോലെ ഇടാം. ഇവിടെ നമ്മൾ കംപ്രഷൻ റിങ്ങിൻ്റെ അതേ ഭാഗത്ത് തന്നെയാണ് വന്നേക്കുന്നത്. ഇനി ഇതേ ഇവിടെ കാണാൻ പറ്റും നമുക്ക്, കാണിച്ചാൽ ഇതേ ഇവിടെയാണ് ആ കട്ടിങ് വന്നിരിക്കുന്നത്. ഇതേ കണ്ടോ, വിട്ട് നിൽക്കണ ഭാഗം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതും കയറി പോയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണം. അതേ ഇങ്ങനെ കറക്റ്റ് സീൽ കൊണ്ടുവന്ന് വയ്ക്കുക, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ റിങ് ആടുണ്ട്. ഓയിൽ റിങ് ഇതിന് വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ സൈസ് തന്നെയാണ്. എങ്ങനെ ഇട്ടാലും വിഷയമില്ല, അടിയിലും മുകളിലൊന്നും അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മൾ ഓയിൽ റിങ് ഇവിടെ ഓവൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റുക. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ കറക്റ്റ് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഒരു സൈഡ് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി. ഈ ഒരു മെത്തേഡിലാണ് ഇടേണ്ടത്. പിന്നെ റിങ്സ് എക്സ്പാൻഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുണ്ടെങ്കിൽ ഇടാൻ പറ്റും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഇനി ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടോ, അധികം പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്, ഒടിഞ്ഞു പോകും. ഇങ്ങനെ പതുക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി. ഈസി ആയിട്ട് വീഴും, ഒരു ബുദ്ധിമുട്ടില്ല. കണ്ടോ, അപ്പോൾ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ ഇട്ടേക്കുന്ന പൊസിഷൻ കറക്റ്റാണെന്ന്. അതായത് നമ്മൾ ഓയിൽ റിങ്ങിൻ്റെ ഫസ്റ്റ് ആയിട്ടേക്കണ കണ്ട ഈ ഒരു പൊസിഷനിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. അതിന് മാറ്റിയിട്ടാൽ മതി. അത് നമ്മൾ ഇടാൻ നേരത്തെ അവസാനം സിലിണ്ടറിലേക്ക് കയറ്റാൻ നേരത്തെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മതി എവിടേക്കാണ് കറക്റ്റായിട്ട് വന്നേക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അത് വരും. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ ഇവിടെ O2 ഇതിന് ഓപ്പോസിറ്റ്, അത് ഈ ഒരു ഡയറക്ഷനിൽ വരയ്ക്കുക, എന്നിട്ട് O2 വെച്ചേക്കുക. ഇതും ഇതുപോലെ തന്നെ ഇട്ടാൽ മതി. മുകൾ ഭാഗത്തായിട്ട് ഇടുക, എന്നിട്ട് ഇതുപോലെ മുകളിൽ ഇതുപോലെ നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ പൊക്കിയിട്ട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഇട്ടു. ഇട്ടിട്ട് നമ്മൾ നോക്കുക, ഇത് ഓയിൽ O1 നമ്മളിവിടെ കിടപ്പുണ്ട്, O2 ഇവിടെ തന്നെയല്ലേ എന്ന് നോക്കുക. ഇത് കാണാൻ പറ്റും. രണ്ടാമത്തെ ഇവിടെ വന്നിട്ടുണ്ട്, O2 വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് ഫസ്റ്റ് റിംഗ് എന്ന് സെക്കൻഡ് റിംഗ് എന്ന് പറയാം. അടിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്, മുകളിൽ നിന്നാണെങ്കിൽ സെക്കൻഡ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്, ടോപ്പെന്ന് എഴുതിയേക്കണ ഭാഗത്ത് തന്നെ ഇവിടെ എഴുതിയേണ്ടത്, ടോപ്പെന്ന് എഴുതിയുണ്ട് ആ ഭാഗം തന്നെ വരണം കേട്ടോ, ടോപ്പിൽ തന്നെ വരണം, ഒരിക്കലും മാറിപ്പോരുന്നത്. ടോപ്പെന്ന് അവർ എഴുതിയിട്ടുണ്ട്, അതിൽ തന്നെ വരണം. ഇനി നമുക്കിത് ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റിലിടാം. എങ്ങനെയാലും ഓപ്പോസിറ്റ് വരണം, അതായത് ഇവിടെയാണെങ്കിൽ ഇപ്പുറത്ത് ഇതിൻ്റെ അടുത്ത ഓറിയൻറ്റേഷൻ വരണം. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് സൂക്ഷിച്ചിടണം, കാരണം ഇതിനെ ഒരുപാട് ഇങ്ങനെ ചരിവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഇതിടാൻ നേരത്ത് മാത്രം ഒന്ന് സൂക്ഷിക്കുക. ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ടാൽ മതി. വലിയ പ്രശ്നമൊന്നുമില്ല, വീണോളും. അധികം പിടിച്ച് വളയ്ക്കാനും നിൽക്കരുത്. ഇത്തിരി ഓയിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വീഴും. കണ്ടോ, ഇപ്പോൾ ഇത് വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇവിടെ ആയിട്ട് കണ്ടോ, ഇത് വീണിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് കംപ്രഷൻ റിങ് 2 ആണ്. ഇത് കംപ്രഷൻ റിങ് 2 എന്ന് ഉദ്ദേശിക്കുന്ന എടുത്ത് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്നാകുമ്പോൾ രണ്ടാമത്തെ ഭാഗം. അതും ഇതുപോലെ ടോപ്പ് ഉണ്ടാവും കേട്ടോ, നമ്മൾ കണ്ടോ ടോപ്പ് എന്ന് എഴുതിയുണ്ട്. അത് നമ്മൾ ഇവിടേക്ക് ഇടുക. ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് കറക്കി ഇട്ടാൽ മതി. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇത് ഇടേണ്ടത് ശരിക്കും. കണ്ടോ, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇത് ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സിലിണ്ടറിലേക്ക് ഇറക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക, ഈ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലീക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി ഇവിടെ മാറാനുള്ളത് ഇവിടുത്തെ നമ്മൾ സ്ലീവുകളൊക്കെ മേടിച്ചിട്ടുണ്ട്, അതായത് ബെയറിംഗ് എന്നൊക്കെയാണ് പറയുന്നത് സ്ലീവ്, അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം, അല്ല അടുത്ത പാർട്ട്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഇട്ട് വയ്ക്കട്ടെ, 4 ഇട്ട് വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ഓയിലൊക്കെ പറ്റി ഇത് കയറ്റണം. അപ്പോൾ ഇത് കയറ്റണമെന്നുണ്ടെങ്കിലേ ഇത് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ക്യൂസ് ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്ക്യൂസിങ് ടൂളൊന്നും ഇല്ല. ഇതിങ്ങനെ ഒരു
റിങ്സ് സ്ക്യൂസിങ് ടൂളുണ്ട്, റിങ്സ് കംപ്രസർ ടൂൾ എന്നൊക്കെയാണ് അതിന് പറയണത്. വലിയ വിലയൊന്നും 250 രൂപയുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടെ ലോക്കലൊന്നും അത് കിട്ടണില്ല. അതിന് വല്ല ഓൺലൈനൊക്കെ വരുത്തണം. അപ്പോൾ ഇത് അല്ലാത്ത രീതിയിൽ നമ്മൾ ഇതിലെല്ലാത്തിനെയും കൂടി ഇങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് ഇടാം. സാധാരണ ഒരു വിധപ്പെട്ടവരൊക്കെ ഈ ഞാൻ കണ്ടേക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറിന് കുത്തിയിടുന്ന പരിപാടിയൊക്കെയാണ്. അതൊന്നും ആവശ്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്ലോസ് ക്ലിപ്പ് മേടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ടിന്നിൻ്റെ ഇത് ചെത്തി വെച്ചിട്ടേ മുറുക്കിയിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഇടാം, നമുക്ക് ഇടാൻ എന്തെങ്കിലും മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഇട്ടെടുക്കണം. ഇപ്പോൾ 4 നമ്മൾ ഇട്ടെടുത്തിട്ട് അടുത്ത പാർട്ടിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ പിടിപ്പിച്ചിട്ട് പതുക്കെ അടുത്തടുത്ത പാർട്ടുകൾ. അപ്പോൾ ഇത് ഭയങ്കര ശ്രദ്ധയോടെ ചെയ്യണം. ശ്രദ്ധയോടെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇടലല്ല ബുദ്ധിമുട്ട്. ഇതിൻ്റെ കറക്റ്റ് ഓറിയൻറ്റേഷനുകൾ കറക്റ്റായിരിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ചെയ്തെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. കംപ്രഷൻ ലീക്ക് വരാൻ സാധ്യതയുണ്ട്, ഓയിൽ ബേണിംഗ് ഉണ്ടാവാം. അത് നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് വരണേന്ന്. പക്ഷേ എന്തായാലും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി തന്നെ നമ്മൾ വരച്ച് തന്നെ ചെയ്യണം. വെറുതെ വലിച്ചു വാരി ഇട്ടിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ തന്നെയാക്കി അത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് റിങ്സ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന്. അത് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര വിശദമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അഴിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇൻസ്റ്റാളേഷൻ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.